കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ഉടനെ ഉണ്ടാവോ? എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ല ഇത്രാം വയസ്സിൽ കല്യാണം കഴിക്കണം ഇല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്കില്ല. ഒരു പെൺകുട്ടിയെ പരിചയപ്പെടണം, ഇഷ്ടപ്പെടണം, ഒരു സുഹൃത്ബന്ധം ഉണ്ടാവണം ആദ്യം. ഈ പറഞ്ഞ പോലെ എന്റെ ഒരു ഏറ്റവും നല്ല സുഹൃത്തിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഭാര്യ സുന്ദരിയായിരുന്നാൽ മാത്രം പോരാ, മറ്റേ യോഗ്യത കൂടി വേണമെന്നൊക്കെ പ്രതി പറഞ്ഞത് കേട്ടു. അതായത് കുറച്ച് സെൻസിബിൾ ആകണമെന്നാണോ ഉദ്ദേശിച്ചത്? അതോ അത് അങ്ങനെ തന്നെയാണ്. ഈ രാക്ഷസിയായിരിക്കണം എന്നാണോ? രാക്ഷസി എന്നല്ലേ ഉദ്ദേശിച്ചത്. അതായത് അത്യാവശ്യമൊക്കെ ഒരു സെൻസിബിൾ ആൻഡ് ഇന്റലിജന്റ് ആയിരുന്നു. വെച്ചാൽ ഞാൻ പറഞ്ഞ എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ എൻസൈക്ലോപ്പീഡിയ പോലെ ഉത്തരം പറയണമെന്നല്ല. ഈ അത്യാവശ്യം ഒരു ഡേ ടു ഡേ കോമൺ സെൻസ്, ഒരു ഇന്റലിജൻസ്, സെൽഫ് റെസ്പെക്ട്, സാമൂഹ്യ ബോധമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. പെൺപിള്ളേരെ സഹിക്കാൻ പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. പൃഥ്വി എങ്ങനെയാ പൊതുവെ ഈ സുഹൃത്തുക്കൾ എങ്ങനെയാ, പുരുഷനായാലും സ്ത്രീയായാലും ഈ പൃഥ്വിയുടെ ഒരു ബുദ്ധിവൈഭവത്തിനൊക്കെ ചേരുന്ന മോറോലെസ് എന്റെ ഒരു ഇന്റലക്ച്വൽ റീപോസിബിലിറ്റിക്ക് അനുയോജ്യമായ ആൾക്കാരാണ് കൂടുതലും എനിക്കറിയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജോലി കഴിഞ്ഞ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ നമുക്ക് വീട്ടുകാര്യങ്ങളും വാങ്ങിച്ച പച്ചക്കറിയുടെ ലിസ്റ്റും അല്ലാതെ സംസാരിക്കാൻ എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് പരസ്പരം ഉണ്ടാവണം. എന്തെങ്കിലും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി ആ പെൺകുട്ടിക്ക് സംസാരിക്കാനും ആ പെൺകുട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ പറ്റി എനിക്ക് സംസാരിക്കാനും കഴിയണം. അങ്ങനെ ഒരു പാർട്ണർ. ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് പൃഥ്വിക്ക് ആരെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? ഇല്ല, പറ്റിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമാവില്ല അങ്ങനെയാണെങ്കിൽ മിക്കവാറും. അല്ലെ പൃഥ്വി ഇത് പറഞ്ഞതിന് ശേഷം ഈ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ട്, പൃഥ്വി എന്തോ പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമല്ലോ ഉള്ളൂ? ഒരാവശ്യമില്ല. എനിക്ക് കല്യാണം കഴിയുന്നത് കൊണ്ട് പക്വത കൂടും വല്ല ചിന്തവല്ലോ ഉള്ളൂ? ഇതിലും കൂടുതൽ പക്വത വന്നാൽ കുഴപ്പമാണെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് പൃഥ്വിക്ക് പക്വത വിചാരിച്ചതിലും കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. ചില ആരോപണങ്ങളൊക്കെ പൃഥ്വിയെക്കുറിച്ച് ഒരുപാട് ആരോപണം വന്നതിന്റെ കൂട്ടത്തിൽ ഇത് വന്നു. അതെ, അതെന്നെ പറ്റി ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോൾ ഈ പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്ന് പറയുമ്പോൾ ഓരോ പ്രായത്തിൽ ഇത്ര പക്വത ആരാ തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു മാനദണ്ഡമൊന്നും ഇല്ലല്ലോ. അത് ഓരോ ഇപ്പൊ ഞാൻ വളർന്ന ചുറ്റുപാടുകൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, എനിക്ക് സമ്പർക്കം പുലർത്താൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തികൾ, ഇവരിലൂടെ എല്ലാം ഞാൻ ആർജിച്ച ഒരു അറിവും ഒരു പക്വതയുമാണ് എന്നിലുള്ളത്. അപ്പൊ അത് ഇന്ന പ്രായത്തിൽ ഇത്ര പക്വത നമുക്ക് ആർക്കും പറയാനൊന്നും പറ്റില്ല. അതൊരു നമ്മൾ ഈ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം പൃഥ്വി മനസ്സിൽ വിചാരിച്ച യോഗ്യതയുള്ള പെൺകുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പോ അവരൊക്കെ ചിലപ്പോ പ്രതികരിച്ചെന്ന് വരും. പൃഥ്വി ഒരു അംഗത്തിന് തയ്യാറെടുക്കുന്നോ? തീർച്ചയായിട്ടും പ്രതികരിക്കും. എല്ലാവരും പ്രതികരിക്കും. വരട്ടെ അല്ലെ? ആപ്ലിക്കേഷൻ നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇനി വേറൊരു കാര്യം ചോട്ടെ പൃഥ്വി, നമ്മുടെ മലയാള സിനിമയിൽ ഈ ഫാൻസുകളെ എപ്പോ ആക്രമിച്ച ഒരാളാണ് നടൻ ശ്രീനിവാസൻ. പലപ്പോഴും മലയാള സിനിമ ശ്രദ്ധിക്കുന്ന ഒരാളിന് വളരെ ബുദ്ധിപരമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്ന ഒരു നടനാണ്. അപ്പൊ അദ്ദേഹം വളരെ അടിക്കുമ്പോൾ വളരെ നിശ്ചിതമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയാറുണ്ട്. വളരെ പൃഥ്വിക്കുള്ള ഒരു വ്യക്തതയുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫാൻസുകളെ പൃഥ്വിയും വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേ അദ്ദേഹം പറഞ്ഞൊരു ഇതൊരു ഗുണ്ടാ സംഘമാണ്, കൊള്ള സംഘമാണെന്നാ പറഞ്ഞു ശ്രീനിവാസൻ. ഇതിനൊന്നും വളർത്തേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ പേരിലുള്ള ഫാൻസ് അസോസിയേഷനെ പറ്റി മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി ഞാൻ പറയാം. ഞാൻ എന്റെ രണ്ടാമത് റിലീസായ സിനിമ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന AK സന്തോഷ് സംവിധാനം ചെയ്ത സിനിമ, ഞാനൊരു തിരുവനന്തപുരം SL കോംപ്ലക്സിൽ ആ സിനിമ കാണാൻ എന്റെ അമ്മയും ഞാനും ചേട്ടനും ഒരുമിച്ച് അന്ന് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ആ തിയേറ്ററിൽ ഞാനാണ് കാണുന്ന ഒരു ഫ്ലക്സ്, പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സിനിമ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, നമ്മളാണ് ഇത്. ഞാൻ വാദിച്ചു, വലിയ സന്തോഷം നിങ്ങളിങ്ങനെ. അപ്പൊ ഞാൻ ഭയങ്കര ഫ്ലാറ്റേഡ് ആയിപ്പോയി. ഞാൻ ഒരു സിനിമ അഭിനയിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എന്റെ പേർക്ക് ഇങ്ങനെ ഒരു ബാനർ അന്ന് അവിടെ വെച്ച് തുടങ്ങിയ ബന്ധമാണ്. ഇന്ന് ഇതിന്റെ പ്രധാന ആൾക്കാർ എന്ന് പറയുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അവരൊക്കെ ശരിക്കും എന്റെ സുഹൃത്തുക്കളാണ്. എന്റെ വീട്ടിൽ എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. ഈ തിയേറ്ററിൽ എന്റെ സിനിമകൾ റിലീസ് ആവുമ്പോൾ ഫസ്റ്റ് ഡേ കാണുന്ന ബഹളം, കയ്യടി, ആർപ്പുവിളി, ബാനർ കെട്ടൽ, തോരണം കെട്ടൽ, ഇതൊക്കെയാണ് പ്രത്യക്ഷമായിട്ട് പ്രേക്ഷകന് മുന്നിലും സമൂഹത്തിന് മുന്നിലും എത്തുന്ന ഒരു ഫാൻസ് അസോസിയേഷന്റെ മുഖം. പക്ഷെ നമുക്ക് തീർത്തും നിഷേധിക്കാൻ കഴിയില്ല, ഇവർ ചെയ്യുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ എന്റെ ഫാൻസ് അസോസിയേഷന്റെ പേരിൽ ഞാൻ എല്ലാ കൊല്ലവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിന് ഈ ഫാൻസുകൾ നിലനിർത്താൻ വേണ്ടി പണം മുടക്കുന്നുണ്ടോ? ഞാൻ അതാ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഈ പൃഥ്വിരാജ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ വെൽഫെയർ ആക്ടിവിറ്റീസിന്റെ കംപ്ലീറ്റ് ഫണ്ടിങ്, അതിന്റെ ഒരു വലിയ ഭാഗം ഞാനാണ് നോക്കുന്നത്. ഓരോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൂത്രപ്പണിയാണോ? ഞാൻ അസോസിയേഷൻ നിൽക്കാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയാണോ? അത് ഉത്തരം മുഴുവൻ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ആറ്റിങ്കിൽ ഇപ്പൊ ഈ വരുന്ന ഓണത്തിന് 300 കുട്ടികൾക്ക് യൂണിഫോം